ഹലൂസ് റിഫാസ് ഹലൂസ് ഷോബിറ, എല്ലാവർക്കും ഹാർട്ട് നോട്ട് പെർഫ്യൂം, എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് വെൽക്കം. ഞാനൊരു ചെറിയ കാര്യങ്ങൾക്കായിട്ടൊക്കെ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ട് നീങ്ങിയതാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു 10 മിനിറ്റിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിരുന്നു. 10-20 മിനിറ്റിനുള്ളിൽ 20 മിനിറ്റ് കൊണ്ട് ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓൾ സപ്പോർട്ട് മൈ ചാനൽ. എല്ലാവരും നമ്മളെ ക്യൂട്ട് ഏഞ്ചലിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ. ക്യൂട്ട് ഏഞ്ചലിനെ എല്ലാവരും സബ് ചെയ്യണം. ക്യൂട്ട് ഏഞ്ചലിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം. ഹലോസ് ഹായ് പറയുന്നുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമുക്കിന്നൊരു ചെറിയ ഒരു കാര്യം അറിയാനുണ്ട്. നമ്മളുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ആ പുള്ളി നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കാര്യം. എന്താന്ന് വെച്ചാൽ അന്ന് ഒരിക്കൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ആൺപെൺ സൗഹൃദങ്ങളുടെ റിലേഷൻഷിപ്പിലെ ആയുസിൻ്റെ കുറവ്. ആൺപെൺ റിലേഷൻഷിപ്പ്, സൗഹൃദം എന്ന് പറയാൻ പറ്റില്ല, റിലേഷൻഷിപ്പ് കേട്ടോ. ഹലോ വെൽക്കം. ഞാൻ തിരികെ എത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെല്ലാവർക്കും സ്വാഗതം കേട്ടോ. എവിടെ ഹലൂസ്, എന്തൊക്കെയാണ് വിശേഷം? ഇന്നലെ കണ്ടിരുന്നു. ക്യൂട്ട് ഏഞ്ചൽ അങ്ങനെ പോയോ? ഓൾ സപ്പോർട്ട് മൈ ചാനൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്യൂട്ട് ഏഞ്ചൽസ് ഒക്കെ വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വന്നു പോയിട്ട് എന്താണ് ആരും ലൈക്ക് ചെയ്യാതിരുന്ന്? എല്ലാവരും ലൈക്ക് ചെയ്യണ്ടേ? ആരൊക്കെ ഉള്ളത്? എല്ലാവരും ഒന്ന് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കാറുള്ളവർ ഒക്കെ ഒരു ഹായ്, എല്ലാവരും ഒരു ഹായ് പറഞ്ഞു. ആരൊക്കെ ഉള്ളത് നോക്കട്ടെ. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് വരൂ. പെട്ടെന്ന് നമുക്കൊരു കാര്യം ചർച്ച ചെയ്യാം. ഞാനുണ്ട്, അതെ, ഹലൂസ് ഉണ്ട്. വേറെ ആരുള്ള ഒരു കാര്യം ചെറിയ രീതിയിലൊരു ചർച്ച ചെയ്യാനുണ്ട്. അത് ഓൾറെഡി നമ്മൾ ഒരിക്കൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പൊ വീണ്ടും ഞാൻ 2 ദിവസം മുന്നേ അവരുമായിട്ട് കണ്ടിരുന്നപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു, വീണ്ടും വരുന്നു, അങ്ങനെയാണ്. അപ്പം മിനിയാന്ന് ഞാൻ അവരെ കണ്ടപ്പോൾ ചെറിയൊരു ഇഷ്യൂസ് വീണ്ടും ഉടലെടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഞാൻ ഈ പഞ്ചാരക്കലക്കികളിൽ നിന്ന് അതിൽ മെൻഷൻ ചെയ്തതൊക്കെ. ഈ 2 പേരും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയുടെ വഴിയിലൂടെ വിട്ടുകൊടുക്കണം. പക്ഷേ അതിലൂടെ പരിചയപ്പെട്ടു വന്ന് പ്രണയം പറഞ്ഞു വരുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പ്രണയം പറഞ്ഞ് കൂടെ കൂടി, പക്ഷേ ഒരാൾ അതിന് റിജക്റ്റ് ചെയ്യുന്നു. ഹായ് റിഫാസാണോ ഉമ്മച്ചിയാണോ, ആരാണ് ഉമ്മച്ചിയാണോ റിഫമോളാണോ എന്ന് പറയട്ടോ. അപ്പോൾ പ്രണയം തോന്നി, പ്രണയത്തെ ഒഴിവാക്കി വേറൊരു നല്ലൊരു അഫെയർ കൂടെ കൊണ്ട് നടക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ പ്രണയം പറഞ്ഞു കൂടെ ഉണ്ടായിരുന്ന, സ്വാഭാവികമാണ് ഒരു ഫീമെയിൽ അക്കൗണ്ടിലേക്ക് മെസ്സേജുകൾ വരുന്നതും കമൻറ്റുകൾ വരുന്നതും പ്രണയാഭ്യർത്ഥനകൾ വരുന്നതും ഒക്കെ സ്വാഭാവികമാണ്. അത് തിരിച്ചറിയാൻ ആ അഫെയറിലുള്ള ആണിന് കഴിയുന്നുണ്ട്. പക്ഷേ ആണ് പറയുന്നത് ഉൾക്കൊള്ളാൻ പെണ്ണിന് കഴിയുന്നുണ്ടോ എന്നുള്ളിടത്താണ് അവരുടെ വിജയം. അവർ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നതിലെ വിജയം. സോഷ്യൽ മീഡിയ യൂസ് എന്നത് വളരെ മോശപ്പെട്ട കാര്യമാണെന്നൊന്നും ആരും പറയാനില്ല. ഞാൻ ഒരിക്കലും പറയില്ല, എൻ്റെ കൂടെ ഉള്ളവരും പറയില്ല. പക്ഷേ സോഷ്യൽ മീഡിയ യൂസ് നല്ലതിനല്ലാതെ യൂസ് ചെയ്യുന്ന പല സുഹൃത്തുക്കളും ഉണ്ട്. അവരുടെ കാര്യത്തിൽ നമുക്കത് അപ്ലിക്കബിൾ അല്ല. എൻ്റെ കാര്യത്തിൽ, എന്നോടൊപ്പം കൂടെ ഉള്ളവരുടെ കാര്യത്തിലൊക്കെ അത് അങ്ങനെ തന്നെയാണ്. അവരവരുടെ ആവശ്യങ്ങൾ എന്തോ അതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അത് ചിലപ്പോൾ ബിസിനസ് പർപ്പസ് ആവാം. ഞാൻ കൂടുതലും എൻ്റെ ബിസിനസ് ആവശ്യങ്ങളും എൻ്റെ കുറച്ച് സമയം